ദിലീപ് കുമാർ തുടർന്നു. ദിലീപ്, ഇന്നലത്തേതിന് അത്രയും തീവ്രമല്ലെങ്കിൽ കൂടിയും ഇന്നും കാര്യമായ രീതിയിൽ ഡ്രോൺ ആക്രമണമുണ്ട്. ഇന്നലത്തെ നിന്ന് വ്യത്യസ്തമായി ഇന്ന് ജനവാസ മേഖലയിലേക്ക് കൂടി ഡ്രോണുകൾ പോകുന്നു. ഫിറോസ്പൂരിൽ ഒരു കുടുംബത്തിന് പരിക്കേൽക്കുന്നു. നേരത്തെ വാർത്താസമ്മേളനത്തിൽ വിക്രം മിസ്ത്രി പറയുന്നുണ്ടായിരുന്നു ദിലീപ് കുമാർ, എന്താണ് ഈ പറഞ്ഞ റിലീജിയസ് കേന്ദ്രങ്ങളെ ആക്രമിക്കുക വഴി ആ രീതിയിൽ കൂടിയുള്ള ഒരു കമ്മ്യൂണൽ ഡിവൈഡിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് പരോക്ഷമായി പറയുന്നുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള എസ്കലേഷൻ സമയത്ത്, ഇനി പരമാവധി യുദ്ധ സമയത്ത് പോലും കണ്ടിട്ടില്ലാത്ത വിധമുള്ള നീചമായ വഴികൾ പാകിസ്ഥാൻ തേടുന്നു. അതിനുള്ള മറുപടി ആ രീതിയിൽ തന്നെ കൊടുക്കും എന്ന് പ്രതീക്ഷിക്കാമോ ദിലീപ് കുമാർ? എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ത്യ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഇന്ത്യയായിട്ട് അങ്ങോട്ട് ആക്രമണം നടത്തില്ല, ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് പ്രകോപനമുണ്ടാകില്ല. പക്ഷേ ഇങ്ങോട്ടേക്ക് ആക്രമിക്കാൻ വന്നാൽ അത് ശക്തമായി അതിന് തിരിച്ചടി നൽകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നത്. ആ കാര്യത്തിൽ, അതായത് ഇപ്പോൾ വീണ്ടും പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണങ്ങൾ പല സ്ഥലങ്ങളിലായി തുടങ്ങിയിരിക്കുന്നു. ഇന്ത്യയുടെ സൈനിക താവളങ്ങൾക്ക് നേരെയടക്കം, നർഗോട്ടയിലെ സൈനിക താവളം, വ്യോമത്താവളങ്ങൾ, ഇതൊക്കെ ലക്ഷ്യമിട്ടുള്ള ഡ്രോൺ ആക്രമണമാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് നടത്തുന്നത്. ഈ പാക് ആക്രമണങ്ങളെയെല്ലാം ഇന്ത്യ പരാജയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഫിറോസ്പൂരിൽ അവിടെ ജനവാസ മേഖലയിൽ ഡ്രോൺ ആക്രമണം നടത്തി ഒരു കുടുംബത്തിൽ ഉള്ളവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ അറിവായി വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഉന്നതതല യോഗം നടക്കുകയാണ്. നിർണായക യോഗം എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാം. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുണ്ട്. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുണ്ട്. സവൻ ലോക് കല്യാൺ മാർഗിലെ വസതിയിൽ ഈ യോഗം പുരോഗമിക്കുകയാണ്. ഈ നിർണായകമായ യോഗത്തിന് മുന്നോടിയായി നേരത്തെ സേനാ മേധാവിമാരെയും സംയുക്ത സേനാ മേധാവിയെയും പ്രധാനമന്ത്രി കണ്ടിരുന്നു. സ്ഥിതിഗതികൾ പൂർണ്ണമായി പ്രധാനമന്ത്രി വിലയിരുത്തുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട്. ഈ നിർണായക യോഗം സുപ്രധാനമായ ചില തീരുമാനങ്ങൾ എടുക്കുമെന്നാണ് കരുതുന്നത്. യോഗം ഇപ്പോഴും പ്രധാനമന്ത്രിയുടെ വസതിയിൽ തുടരുകയാണ്. ഹാഷ്മി.